ഈ നീണ്ട 2 മാസത്തെ അവധി, അത് വേനലായാലും മഴക്കാലത്തായാലും പഠനരംഗത്ത് ചില വൈകല്യങ്ങൾ ഉണ്ടാക്കും എന്നതിലൊരു തർക്കമില്ല. ഉദാഹരണമായി ഒരു കുട്ടി പഠിച്ചു വെച്ച കാര്യങ്ങൾ പിന്നീട് അവൻ ആ ഒരു മേഖലയിലേക്ക് എത്തുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഗ്രാമർ മറന്നിട്ടുണ്ടാവും, ഹിന്ദി അക്ഷരങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്രകാരം തന്നെ അവർ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാത്സിലൊക്കെ കുറേ സംഗതികൾ പിന്നെ പരിചയമില്ലാതെ വരും. കാണാതെ പഠിച്ചിട്ടുള്ള പണ്ടത്തെ രീതിയാണല്ലോ ഗുണഘോഷമൊക്കെ കാണാതെ പഠിക്കൽ. അതൊക്കെ മറന്ന് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെടുന്നത് കൊണ്ട് വിജ്ഞാനത്തിൻ്റെ ഒരു മൂർച്ച ഇല്ലാതെയാകുന്നു എന്ന് പൊതുവെ ഒരു വിമർശനം. ഈ കൊറോണ കാലത്തൊക്കെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകമായി ചില ഈ പഠന പരിശീലന പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് 250 പേജുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ ആവർത്തിച്ച് വരുന്ന, എന്നാൽ കുട്ടികൾക്ക് ഒരു കൈപുസ്തകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം അതൊരു വർക്ക് ബുക്കുമായിരുന്നു. അവർക്ക് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഈ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയെ സപ്പോർട്ട് ചെയ്യും വിധത്തിൽ സംവിധാനിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഏത് കാലത്താണെങ്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പരീക്ഷ കഴിഞ്ഞതോടുകൂടെ സമ്പൂർണ്ണമായി അതിൽ നിന്ന് വിരക്തരാവുകയാണ് കുട്ടികൾ. പിന്നീട് അവർക്ക് ആ പുസ്തകമായിട്ടൊരു ബന്ധമില്ല. അതുവരെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കേണ്ട കാര്യം പോലും. പക്ഷെ ന്യായം പറയുമ്പോൾ അവരതുവരെ 10 മാസം ധാരാളമായി പഠിച്ചു, ഇനി അവർക്ക് മാനസികമായൊരു വികാസം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ലീവ് വേണം എന്ന് പറയും. അതോടൊപ്പം അധ്യാപകർക്ക് ലീവ് ആവശ്യമാണെന്ന് പറയും. അധ്യാപകരുടെ പരിശീലനം പ്രത്യേകിച്ച് 5 വർഷം കഴിയുമ്പോൾ പുസ്തകം മാറിക്കൊണ്ടിരിക്കും. ആ പുസ്തകം മാറുന്ന സമയത്ത് അതേക്കുറിച്ച് ടീച്ചിങ് നടത്താൻ ചില പരിശീലനങ്ങൾ ആവശ്യമായി വരും. അതിന് നല്ല സമയം വേണമെന്ന് ന്യായം പറയും. ന്യായങ്ങൾ ഏത് തലത്തിൽ നിന്നാലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു രീതി അത് ഏതെങ്കിലും ഒരാൾ അഭിപ്രായപ്പെട്ടത് കൊണ്ടോ അതിൻ്റെ ചില ന്യായോക്തികൾ വിശദീകരിച്ചത് കൊണ്ടോ മാറാനൊന്നും പോകുന്നില്ല.